വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഞണ്ട് കറിയാണ്. നമുക്കതും പെട്ടെന്ന് തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഞണ്ട് കറി. ഞണ്ട് റോസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മളിവിടെ തേങ്ങ അരച്ച കറിയാണ് ചെയ്യുന്നത്. ഈ ഞണ്ടിന് നല്ല മാംസമുള്ള സമയം എന്ന് പറയുന്നത് കറുത്ത പക്ഷത്താണ്. വെളുത്തവാവ് കഴിഞ്ഞിട്ട് കറുത്തവാവ് വരെയുള്ള പക്ഷമാണ് കറുത്ത പക്ഷം. ആ സമയത്താണ് ഞണ്ടിന് നല്ല മാംസം ഉണ്ടാവുന്നത്. അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഞണ്ട് ചെറിയ ഞണ്ടാണ്. നമുക്ക് എന്തായാലും അത് കറി വയ്ക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന ഞണ്ട് ഇതാണ്. ഇത് കടലിലാണോ കായലിലാണോ എന്നറിയില്ല. പല കളറിലെ ഞണ്ടുണ്ട്. ചെറിയ ഓറഞ്ച് കളറിലെ ഞണ്ടുണ്ട്, ചെറിയ നീല കളറിലെ ഉണ്ട്. ഇതൊരു ഗ്രേ കളർ ഞണ്ടാണ്. നമുക്കിത് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഞണ്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് റോസ്റ്റും ചെയ്യാം, തേങ്ങ അരച്ച് കറിയും വയ്ക്കാം. തേങ്ങ അരച്ച് കറി വയ്ക്കുന്നതും നല്ല ടേസ്റ്റാണ്. നമുക്കിന്ന് തേങ്ങ അരച്ച് കറി വയ്ക്കാം. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും തക്കാളിക്കയും വാട്ടിയെടുക്കണം. തേങ്ങയുടെ കൂടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ജീരകവും അരയ്ക്കും. തേങ്ങയും കൂടെ നല്ലപോലെ അരച്ചെടുക്കണം. തക്കാളിക്കയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ വാട്ടിയെടുക്കാം. കുറച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്കയും ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചും കൂടെ ചേർക്കാം. തേങ്ങയിൽ മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്താണ് അരച്ചിരിക്കുന്നത്. കുറച്ച് ജീരകവും അരച്ചിട്ടുണ്ട്. നല്ലപോലെ അരച്ച് അതും കൂടെ ചേർത്ത് നമുക്ക് തിളയ്ക്കുമ്പോൾ അരപ്പ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഞണ്ടും കൂടെ ഇതിലോട്ട് ചേർക്കാം. ശകലം പുളി ചേർക്കും. പുളി അധികം ആവാൻ പാടില്ല. നമുക്ക് ഉപ്പൊക്കെ നോക്കി നല്ലപോലെ തിളച്ച് അടപ്പടച്ച് നല്ലപോലെ വേവിക്കണം. തിളച്ച് കഴിയുമ്പോൾ സിമ്മി വെച്ച് കുറച്ച് നേരം വേവിക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് അടച്ച് വേവിക്കാം. അധികം വേവൊന്നുമില്ല ഞണ്ടിന്. നമ്മളൊരു 10-25 മിനിറ്റ് കൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. എല്ലാം നല്ല മണമാണ് ഇതിൻ്റെ കറിക്ക്. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. ചിലർക്ക് അലർജി ഉണ്ടാവും. അത് നോക്കി വേണം നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടുക് വേണമെങ്കിൽ താളിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക.